ഈ കാണുന്നത് ജപ്പാനിലെ ഒരു സുഷി റെസ്റ്റോറൻ്റ് ആണ്. ഊബൈ സുഷി റെസ്റ്റോറൻറ്റ്. ഇതും ഒരു ചെയിൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഇവിടെയും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് തന്നെയാണ്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ എത്ര പേരുണ്ടെന്ന് എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ സീറ്റ് നമ്പർ പ്രിൻ്റ് ചെയ്ത് വരും. എല്ലാ സീറ്റിൻ്റെ സൈഡിലും ഒരു ചെറിയ ട്രാക്ക് ഉണ്ടാവും. അതിൽ കൂടെയാണ് നമുക്ക് ഈ സുഷി വരുന്നത്. ഓരോ ടേബിളിലും നല്ല ചൂടുള്ള വെള്ളം വരുന്നൊരു പൈപ്പുണ്ട്. ഗ്രീൻ ടീ വേണ്ടവർക്ക് അങ്ങനെയും കുടിക്കാം. ജാപ്പനീസ് ആൾക്കാർ പൊതുവേ ഗ്രീൻ ടീ ധാരാളമായിട്ട് കുടിക്കും. ഗ്രീൻ ടീ പൗഡറും കപ്പും എല്ലാ സാധനങ്ങളും നമ്മുടെ ടേബിളിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. സുഷി ഓർഡർ ചെയ്യുന്നത് ടേബിളിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുള്ള ടാബ്ലറ്റ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഓർഡർ ചെയ്ത സുഷി വന്നത് റേസിംഗ് കാറിലാണ് കേട്ടോ. ഇത് നമ്മുടെ ആ ഓർഡർ ചെയ്ത സീറ്റിൻ്റെ സൈഡിൽ വന്ന് നിൽക്കും. പിന്നെ സാധനം എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കിച്ചണിൽ തന്നെ തിരിച്ചു പോകും. ശരിക്കും സുഷി എന്ന് പറയുന്നത് ചോറും പച്ചമീനുമാണ്. പക്ഷേ ഗ്രില്ല് ചെയ്തതും ചെറുതായിട്ട് വേവിച്ച മീനിൻ്റെയൊക്കെ സുഷി അവൈലബിൾ ആണ്. വെജിറ്റബിളും മീറ്റും ഉപയോഗിച്ചിട്ടുള്ള സുഷിയും നമുക്ക് ഇവിടുന്ന് കിട്ടും. സോയ് സോയ്സിലും ഒക്കെയാണ് സുഷി കഴിക്കുന്നത്. അപ്പോൾ പച്ചമീൻ കഴിക്കുന്നത് കൊണ്ടുണ്ട് വയറിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ട് ഇഞ്ചി കൂടി ഇതിൻ്റെ കൂടെ കഴിക്കാറുണ്ട്. ഈ കാണുന്നത് ചെറുതായിട്ട് ഗ്രില്ല് ചെയ്ത ട്യൂണ സുഷിയാണ്. പച്ചയ്ക്ക് കഴിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള മീനാണ് സുഷി ഉണ്ടാക്കുന്നതിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഈ കാണുന്നത് പച്ച മീനാണ് കേട്ടോ, പച്ച ട്യൂണ. ഇത് പച്ചമീൻ്റെ മണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടേസ്റ്റൊന്നും സുഷിക്കില്ല. ട്യൂണ, സാൽമൺ, ചാള, അതുപോലെ അയില, പിന്നെ ചെമ്മീൻ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് സുഷി ഉണ്ടാക്കും. ഓരോ സുഷിയും പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പച്ച കളറിലുള്ള റാപ്പർ കണ്ടില്ലേ, അത് നോരിയാണ് കേട്ടോ. നോരി എന്ന് പറയുന്നത് കടലിലെ ആൽഗേസ് ആണ്. ആ ആൽഗെ എടുത്ത്, അത് വെജിറ്റബിൾ തന്നെയാണ്, ആൽഗേസ് എടുത്ത് പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് നോരി ഷീറ്റ്. ചീസിട്ട ഈ സുഷി പ്രധാനമായിട്ടും കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ്, മുകളിൽ കുറച്ച് സവോള വറുത്തിട്ടിരിക്കുന്നതാണ്. ഇത് ചെമ്മീൻ സുഷി. പിന്നെ എല്ലാ ഭക്ഷണത്തിലും ഉള്ളതുപോലെ തന്നെ ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. സുഷി ഇഷ്ടമില്ലാത്ത ജപ്പാൻകാരും ഉണ്ട് കേട്ടോ. പേയ്മെൻറ്റും ഓട്ടോമാറ്റിക് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സയോനാര.